തലക്കിട്ട ഇവൾക്കിട്ട അടി കിട്ടിയത് രാജവമ്പാലെ പോലെ ചീറി ചീറി നിൽക്കുമായിരുന്നു. അടി മർമ്മത്ത് കൊണ്ടതോടെ പത്തി താഴ്ത്തി. ചത്തിട്ടില്ല, ജീവനുണ്ടെന്നേ ഉള്ളൂ. നീ എന്താ വല്ലാതിരിക്കുന്നെ? നിനക്കിതെന്തു പറ്റി? ഇവർ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നെ കളിയാക്കാൻ വേണ്ടി സംസാരിക്കുന്നത്? അറിഞ്ഞ ഭാവമൊന്നും മുഖത്ത് കാണാനില്ല. അഭ്യാസക്കാരിയാ, അഭിനയിക്കുന്നതായിരിക്കോ? എന്തായാലും അവൻ പറയാതിരിക്കില്ല. അല്ല, എന്താ നീ ആലോചിക്കുന്നേ? എന്ത് ശത്രുതകളുണ്ടെങ്കിലേ ഞാൻ നിന്റെ അമ്മായിയല്ലേ. അമ്മായി അനന്തരവള ബന്ധമൊക്കെ എത്ര കാലം മുൻപേ വിട്ടത്. അതൊക്കെ ശരിയാ. ഞാനും നീയും നിത്യശത്രുക്കളാ. അതിനി എത്ര പൊരുത്തപ്പെടാൻ ശ്രമിച്ചാലും പൊരുത്തപ്പെടില്ല. ഏച്ചി കെട്ടിയാലേ മുഴച്ചിരിക്കില്ലേ? ഏച്ചു കെട്ടാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒട്ടും പിടി കൊടുക്കരുത്. അതുകൊണ്ട് ഇവളുടെ മുന്നിൽ ഒരു നാടകം കൂടി കളിച്ചേക്കാം. ഋതികെ, നിനക്കെന്നോട് എന്ത് ശത്രുത ഉണ്ടെങ്കിലും ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ അത് മാറ്റിവെക്കണം. പ്രതാപനെ എങ്ങനെയെങ്കിലും നമുക്ക് ജയിപ്പിച്ചെടുക്കണം. അതിന് നീയും ഞാനും നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നാലേ പറ്റൂ. ഈ സിറ്റുവേഷനിലെ നീയും ഞാനും കുരുട്ടു പാലയ്ക്ക പോലെ നിൽക്കരുത്. അത് പ്രതാപന്റെ വിജയത്തിന് തടസ്സമാണ്. ഇത് അഭിനയമാണോ റിയലാണോ? ഇവരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഇത് അഭിനയം തന്നെ. പ്രതാപൻ ജയിച്ചേ പറ്റൂ. കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. എന്തേ ആ തലതെറിച്ച മകനില്ലേ, അവൻ തോക്കണം. നിങ്ങൾ വളരെ സിൻസിയറായിട്ട് എന്നോട് പറയും. ദീപക്ക് ജയിക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? ദീപക്കെ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അവനെന്റെ മകനാ.